Hello guys, welcome back to my channel. So today we are going to Kandalur, but since it's already 11 o'clock, we'll be going to Coimbatore tonight. അവിടെ നിന്നിട്ട് നാളെ രാവിലെ we'll go to Kandalur. So നമ്മളിപ്പോൾ ഇതാ ഹൊസൂർ എത്തി, നമ്മൾ കഴിക്കാറുങ്ങാണ്. We're going to have food from Adayar Andaman. So since we are traveling, we thought we'll resort to something veg and light. വെയിലാണ് ഗൈസ്, ഭയങ്കര വെയിലാണ് ഗൈസ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്ന് ചൂടത്തിങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമുക്ക് കണ്ടിന്യൂസ് ട്രാവലാണ്, ഒരു 5-6 hours ഉണ്ട് ഐ ഗെസ്. സോ നമ്മൾ ഇന്ന് പോണത് നോർമൽ സേലം റൂട്ട് വഴിയല്ല, വി വെൻ ത്രൂ മേട്ടൂർ. അപ്പോൾ വന്നിട്ട് സോ വി ടുക്ക് ദ വേ ബിക്കോസ് ഇറ്റ് വുഡ് ഹാവ് ലെസ് ട്രാഫിക് ആൻഡ് ഓൾസോ ടോളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ബട്ട് ദ വേ വാസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെ, നിവേദയുടെ ചാനലാണ് ഗൈസ്. ഇപ്പോൾ വന്ന് ഭവാനിയാൻ തോന്നുന്നു, ഐ തിങ്ക്. ഞങ്ങൾക്കും അറിയില്ല, ഒരു നല്ല സ്ഥലം കാണാൻ, ചൂടൊക്കെ ഉള്ള നല്ല ചൂടാണ് ഗൈസ്, പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക. അറ്റ് ലാസ്റ്റ് നമ്മളങ്ങനെ കോയമ്പത്തൂർ എത്തി. അബൌട്ട് 7:30 ആവാറായി നമ്മൾ കോയമ്പത്തൂർ എത്തി. സോ പണ്ട് വി യൂസ്ഡ് ടു ലിവ് ഇൻ കോയമ്പത്തൂർ, യു നോ. നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷായി ഫുഡ് കഴിക്കാൻ പോകണം. സോ നമ്മുടെ ഹോട്ടൽ വന്നിട്ട് ലക്ഷ്മി മിൽസിലായിരുന്നു. നമ്മൾ ഡിന്നർ കഴിക്കാൻ ഇറങ്ങാണ്. വി ആർ ഗോയിങ് ടു ഹരിഭവൻ ടു ഹാവ് ചിക്കൻ 65 ഗായ്സ്. So me and my sister love the chicken 65 and she loves the chicken biryani from this place. It's just amazing. The food is amazing here. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിലിരുന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു, ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതല്ലേ, ലെറ്റ്സ് ഗോ സീ വേർ വി യൂസ്ഡ് ടു ലിവ് ബിഫോർ. പക്ഷേ അച്ഛൻ പറഞ്ഞു പറ്റില്ല. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ഗോ ബാക്ക് ടു അവർ റൂം ആൻഡ് സ്ലീപ്പ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ നമ്മളിന്ന് കാന്തല്ലൂരിലേക്ക് പോവാണ് കോയമ്പത്തൂരിൽ നിന്ന്. സോ വി ഗോണ go to Kandalur via Pollachi and Udumalpet. Pollachi is like really near to Coimbatore, so പെട്ടെന്ന് എത്തുമായിരിക്കും, ഒരു 3-4 hours. അപ്പോൾ നമ്മൾ പോണ വഴി കുറേ വിൻമിൽസൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് ഓർത്ത് വീഡിയോ എടുത്തതാണ്. കുറേ ദൂരമുണ്ട് ഗൈസ്, ഇനി കുറേ ദൂരമല്ല, ബട്ട് യാ ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് എ ലോങ് ടൈം ബിക്കോസ് വി ആർ ഗോയിങ് ടു ഗോ ത്രൂ എ ഫോറസ്റ്റ് ആൻഡ് ഓൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോണത്, ഫോറസ്റ്റിൽ എന്തോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ടൈഗർ റിസർവ്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം പോണ വഴിയിൽ കുറേ സ്ഥലത്ത് വി കുഡ് സീ, എന്താ പറയുക, ടൈഗേഴ്സിൻ്റെ സോണാണ്, അങ്ങനെയൊക്കെ എലിഫൻറ്റ് ക്രോസിങ് സോൺ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരള തമിഴ്നാട് ബോർഡറാണ്. ലൈക്ക് തമിഴ്നാട് നമ്മൾ കേരളത്തോട്ട് ഇനി കടക്കാൻ പോവാണ്. അപ്പോൾ കേരളത്തിലോട്ട് കടക്കുമ്പോൾ വീൽ റീച്ച് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓർ സംതിങ്. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കാന്തല്ലൂരിലോട്ട്. നമ്മളിപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്, കാന്തല്ലൂർ എത്താറായി. നമ്മൾ ഓൾമോസ്റ്റ് കാന്തല്ലൂർ എത്തി. നമ്മൾ എവിടെയെങ്കിലും നിർത്തി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് പോകും. അപ്പോൾ എവിടെയെങ്കിലും എവിടെയോ നല്ലൊരു ഹോംലി മീൽസ് കിട്ടുമെന്ന് പറഞ്ഞു. സോ വിൽ ഗോ ഹാവ് ഫുഡ് ഫ്രം ദർ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയ ഗൈസ്, ഒരു ഹോംലി മീൽസ് പോലെയായിരുന്നു. വി ഹാഡ് ജസ്റ്റ് മീൽസ് ആൻഡ് ഫിഷ് ഫ്രൈ, വേറെ ഒന്നും അങ്ങനെ കിട്ടില്ലായിരുന്നു അവിടെ. നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ വി കുഡ് ആക്ച്വലി ഫീൽ ലൈക്ക് അത്രയും ചൂടിന് നമ്മൾ നല്ലൊരു വെതറിലോട്ട് വരണം. ലൈക്ക് വെരി കൂളും പ്ലസൻറ്റ് വെതർ അവിടെ.
അറ്റ് ലാസ്റ്റ് നമ്മൾ റിസോർട്ട് എത്തി. നമ്മൾ നിന്നത് മൂൺ വിങ്സ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ്. ഇറ്റ് വാസ് ലൈക്ക് പ്രിറ്റി ഗുഡ് പ്ലേസ് ടു സ്റ്റേ. സോ യാ, നമ്മുടെ റൂമിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ബാൽക്കണി പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഇനി നമുക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്യാം. ബിക്കോസ് കുറേ ട്രാവൽ ചെയ്തതല്ലേ. ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ട്. റെസ്റ്റൊക്കെ ചെയ്ത് എണീറ്റപ്പോഴത്തേക്കും എന്താണ് രാത്രിയായി. അപ്പോൾ നമുക്കിനി പോയി ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ജീപ്പ് സഫാരി പോവാണ് ഗൈസ്. ലൈക്ക് ഐ എം സോ എക്സൈറ്റഡ്. ഐ ഹവ് നെവർ ഗോൺ ഫോർ നോ ഐ ഹവ് ഗോൺ വൺസ്, യാ, ബട്ട് ഐ എം സ്റ്റിൽ എക്സൈറ്റഡ്. സോ ഫസ്റ്റ് നമ്മൾ പോണത് ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ്. സോ മലയാളം മൂവി ഭ്രമരത്തിലെ ഏതോ ഒരു സീൻ അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ പോയിട്ട് കാണാം. സോ നമ്മൾ ഭ്രമരം വ്യൂ പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. യാ, ഇറ്റ് വാസ് ലൈക്ക് റിയലി പ്രിറ്റി. കുറച്ച് നടക്കാണ്ടായിരുന്നു വ്യൂ പോയിൻറ്റിലോട്ട്, ബട്ട് യാ, ഇറ്റ് വാസ് ഫൈൻ. നമ്മളിപ്പോൾ ഭ്രമരം വ്യൂ പോയിന്റിലാണ്. സോ ഇറ്റ്സ് റിയലി നൈസ് ദ വ്യൂ. അപ്പോൾ അച്ഛനും തേജും അങ്ങോട്ട് നടന്നു പോയായിരുന്നു. ദെൻ ഐ വാസ് ടേക്കിംഗ് അമ്മാസ് ഫോട്ടോസ്. ആക്ച്വലി എൻ്റെ ഇടയിലെടുത്ത വീഡിയോ ആണിത്. അപ്പം ഞാൻ അവിടെ ഒരു ട്രീ ഹൗസ് പോലുള്ളൊരു സ്ഥലത്ത് കയറി. വേറെ ആരും കയറില്ല, ഞാൻ മാത്രമേ കയറിയുള്ളൂ. കയറാൻ കുറച്ച് പാടായിരുന്നു, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് പ്രിറ്റി. കയറി കഴിയുമ്പോൾ വ്യൂ വാസ് ലൈക്ക് നൈസ്. നമ്മളങ്ങനെ ബ്രഹ്മൻ വ്യൂ പോയിന്റിന് ഒരു ലൈം സോഡയൊക്കെ കുടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നൗ വി ആർ ഗോയിങ് ടു ഗോ ടു എ ഫാം. ഐ തിങ്ക് ഒരു സ്ട്രോബെറി ഫാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ദി റോഡ്സ് ആർ വെരി തിൻ. അപ്പോൾ പിന്നെ രണ്ട് വണ്ടിക്ക് ലൈക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. പോവും, പക്ഷെ കുറച്ച് പാടാണ് രണ്ട് വണ്ടിക്ക് ഒറ്റയടിക്ക് പോകാനായിട്ട്. ചില ഭാഗത്ത് പോകാൻ പറ്റും, പിന്നെ ചില ഭാഗത്ത് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതില്ല.
നമ്മളപ്പോൾ ഇപ്പോൾ ഫാമിലെത്തിയ ഒരു സ്ട്രോബെറി ഫാമിൽ, പക്ഷെ അവിടെ സ്ട്രോബെറി ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അമ്മയും അച്ഛനും അപ്പോൾ എന്തൊക്കെയോ വാങ്ങുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയത്തിയും കൂടി പോയിട്ട് ഇതൊക്കെ കണ്ടു. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കുറച്ച് ക്യാബേജോ കോളിഫ്ലവറോ എന്തോ ഉണ്ടായിരുന്നു. ദാറ്റ്സ് മൈ സിസ്റ്റർ. പിന്നെ ഞാനും അച്ഛനും കൂടി ഹണി റോക്ക് എന്ന് പറഞ്ഞൊരു ഇതിൽ പോയത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. പക്ഷെ അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവിടെ കയറിയപ്പോൾ അറിഞ്ഞേ. അപ്പോൾ ഒരാൾക്ക് എൻട്രി പാസ് ഒന്ന് 10 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ പോയത്, പക്ഷേ അച്ഛൻ കയറിയില്ല അകത്തോട്ട്, ബിക്കോസ് കുറച്ച് കയറാനുണ്ടായില്ല, ഒരു മല കയറുന്ന പോലെയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് കയറി. ആദ്യം ഞാൻ ഓർത്ത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലാന്ന്, പക്ഷെ എൻ്റെ ഷൂസ് ഒന്നും ഞാൻ അത്ര നല്ലതല്ലായിരുന്നു ഇട്ടത്. പിന്നെ തെന്നി വീഴുമെന്ന് കുറച്ച് പേടിച്ചായിരുന്നു. അധികം തെന്നിയില്ല, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ എന്താ കണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ ദൂരെ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ കുറേ ഹണികോംസ് കാണാം. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഹണികോംസ് കാണും. ഇനി നമ്മൾ പോണത്, ഇഫ് ഐ എം റൈറ്റ്, ഇറ്റ്സ് ടു ഫാം, ലൈക്ക് പ്രോപ്പർ ഫാം ടു ബൈ ഫ്രൂട്ട്സ് ആൻഡ് സ്റ്റഫ്. നമ്മളങ്ങനെ ഫാം എത്തി. കുറേ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായി അവിടെ. നമ്മൾ ലൈക്ക് വി ഡിഡ്ന്റ് നോ ഇതൊക്കെ ഇവിടെ വളരാൻ പറ്റും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ലൈക്ക് ഐ വാസ് റിയലി ഷോക്ക്ഡ്, സർപ്രൈസ്ഡ്. എന്നിട്ട് കിവി ഉണ്ടായി, മാംഗോസ്റ്റീൻ ഉണ്ടായി, ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, പിന്നെന്താണ് ഓറഞ്ച്, ആപ്പിൾ, പിന്നെ കുറച്ച് ഹൈബ്രിഡ് ഫ്രൂട്ട്സ് അവർ തന്നെ അങ്ങനെ ചെയ്യണതാണ്. അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായി. ഞങ്ങളിങ്ങനെ കുറേ നടന്ന് കണ്ടു. അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ട് ഫ്രൂട്ട്സ് കിട്ടിയില്ല. അപ്പോൾ ബ്ലാക്ക്ബെറി മാത്രം ഞങ്ങൾ പിറ്റേന്നത്തേക്ക് പറഞ്ഞ് ഏൽപ്പിച്ചു. സ്ട്രോബെറി ഒക്കെ വാങ്ങാൻ പറ്റിയൊരു സ്ഥലത്ത് ഈ ജീപ്പിൽ ചേട്ടൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഇനി സ്ട്രോബെറി വാങ്ങണം, പിന്നെ ഗാർലിക് ഇവിടെ ഫാമിംഗ് ഉണ്ട്, അപ്പോൾ ഗാർലിക് വാങ്ങണം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇസ് ടു എ വാട്ടർഫോൾ. അപ്പോൾ നമ്മളിപ്പോൾ വാട്ടർഫോൾ പോണ വഴി ഞങ്ങൾ ആക്ച്വലി കണ്ടു കുറച്ച് ലൈക്ക്, അപ്പം കുറച്ച് മരങ്ങളിങ്ങനെ എന്താ പറയുക പിടിച്ച് പുറത്തോട്ടിട്ട പോലെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആന ക്രോസ് ചെയ്ത സമയത്ത് ആന ചെയ്തതാണ് അതെന്ന്. നമ്മളങ്ങനെ വാട്ടർഫോൾസ് എത്തിയിരിക്കുകയാണ്. ഞാൻ ഇറങ്ങിയില്ല, അച്ഛൻ മാത്രം പോയി ഇറങ്ങി. ഞാൻ അവിടെ സൈഡിൽ ഒരു കുഞ്ഞ് ഫോൾസ് പോലെ ഉണ്ടെന്ന്, അതൊന്ന് മുഖമൊക്കെ കഴുകുക മാത്രമേ ചെയ്തുള്ളൂ, ബിക്കോസ് ദിസ് വാസ് ലൈക്ക് റിയലി ക്രൗഡഡ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ തിരിച്ച് പോവാണ് റിസോർട്ടിലേക്ക്. ഓൺ ദ വേ വിൽ ഗോ ഹാവ് ഫുഡ് ആൻഡ് ദെൻ ഗോ,
ബിക്കോസ് ഞങ്ങളുടെ റിസോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായില്ല. അവിടെ ഫുഡ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ അവർ കുക്ക് ചെയ്യുള്ളൂ, വേസ്റ്റേജ് ഓഫ് ഫുഡ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ വിൽ ഗോ ഹാവ് ഫുഡ് ആൻഡ് ദെൻ വിൽ ഗോ ബാക്ക് ടു അവർ റിസോർട്ട്. അപ്പോൾ നമ്മൾ റിസോർട്ട് എത്താറ്. ഇനി പോയി കിടന്നുറങ്ങണം. ഉറങ്ങി എണീറ്റു. ഇപ്പം നല്ല തണുപ്പായിട്ടുണ്ട്. രാവിലെ ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ 12 മണി വരെ ചൂട്, പിന്നെ പയ്യെ തണുപ്പ് കൂടി വരും. ഇപ്പോഴത്തേക്ക് നല്ല തണുപ്പായിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് പുറപ്പെട്ടു. വി ആർ ഗോയിങ് ടു ഗോ ത്രൂ മൂന്നാർ ലേക്ക്. കാന്തല്ലൂർ ടു മൂന്നാർ റൂട്ട് ഇസ് ലൈക്ക് റിയലി പ്രിറ്റി. കുറേ ടീ പ്ലാന്റേഷൻസും കുറേ ഗുൽമോഹർ ട്രീസും ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു ഈ റൂട്ട് കാണാൻ. ഞങ്ങൾക്ക് കുറേ ബ്ലോക്കൊക്കെ കിട്ടി. നമ്മളപ്പോൾ അവസാനം അലിബാബയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഓർത്തു മൂന്നാർ. പക്ഷെ മൊത്തം കേരളവും തമിഴ്നാടും അവിടെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഗൈസ്. എനിക്ക് ഭയങ്കര നോഷ്യസ് ആയതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല.